ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഫോണൊക്കെ വിളിക്കുന്നുണ്ട്, പലപ്പോഴും എടുക്കാൻ പറ്റാത്തത് പണിയുടെ തിരക്കുണ്ടാകട്ടോ, ഒന്നും വിചാരിക്കരുത്. അപ്പം എപ്പോൾ നമ്മൾ ഗ്യാപ്പ് കിട്ടുന്നു അപ്പോഴൊക്കെ നമ്മൾ ഫോൺ എടുക്കുന്നുണ്ട്. അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പിന്നീട് വിളിച്ചാൽ മതി കേട്ടോ. പിന്നെ വാട്സാപ്പൊക്കെ ഒന്ന് എപ്പോഴും നോക്കാനൊന്നും ചിലപ്പോൾ പറ്റുന്ന വരികയില്ല, സോറി. അപ്പം ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ ദിവസം മുഴുവൻ നമ്മൾ ഈ ഹോം തിയേറ്റർ ഈ ആംപ്ലിഫയറിന് വേണ്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇന്നലെ ഈ ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ഒരുവിധം അതിൻ്റെ പവറൊക്കെ ഓൺ ആക്കുന്നിടം വരെ ഇട്ടിരുന്നു. അത് കഴിഞ്ഞത് പിന്നെ പ്രൊട്ടക്ഷൻ ആയിരുന്നു, പുഷ് പവർ പ്രൊട്ടക്ഷനിലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ മോഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള പണിയായിരുന്നു. ഇന്ന് ഒരു ദിവസത്തെ ഫുൾ പണിയാണ്. രാവിലെ 8 മണിക്ക് തുടങ്ങിയതാണ്, ഇപ്പോഴാണ് തീർന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 6 മണി സമയമായി. ഈ 6 മണി വരെയുള്ള പണിയാണ്. 1-2 ഐസുകളൊക്കെ മാറി അതും ഇതുമൊക്കെ ചെയ്തു. ഫുള്ള് വർക്കാണ്. എന്നാലും സാധനം ശരിയായി. ഇതാണ്ട് നമുക്ക് വളരെ സന്തോഷമായി. മറ്റേ പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്നിടം വരെയാണ് നിങ്ങൾ ഇന്നലെ വീഡിയോ കണ്ടത്. ഇനി മൊത്തം അഴിച്ചിറക്കണമെന്ന് പറഞ്ഞു. കുറേ പണിയുണ്ടായിരുന്നു. ഉള്ള സകല റെഗുലേറ്ററും IC എല്ലാം എടുത്ത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇനി ഇത് വർഷങ്ങൾ ഈ സാധനം ഓടിക്കോളും. ഇതിൻ്റെ കംപ്ലൈൻറ്റ് തീർന്നു. പിന്നെ അതിൻ്റെ കൂടെയുള്ള ഒരു DVD പ്ലെയറാണ്. അതിൻ്റെ ഒപ്പം തന്നെ വന്നിരുന്ന DVD പ്ലെയർ. പക്ഷേ അതിൻ്റെ പച്ചലൈറ്റ് ഇങ്ങനെ കത്തി നിൽപ്പുണ്ട്. ഒന്നും കത്തിയാലേ നമുക്കൊരു സന്തോഷമായിരുന്നു, കാരണം പവർ സപ്ലൈ മാത്രമായിരുന്നു. പക്ഷേ പച്ചലൈറ്റ് കത്തി നിൽക്കുന്ന സ്ഥിതിക്ക്, ഈ ഡിസ്പ്ലേയും വരാത്ത സ്ഥിതിക്ക് മിക്കവാറും ഇതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആയിരിക്കും. അതുകൊണ്ട് വലിയ സന്തോഷമില്ല. അപ്പോൾ അതാണ് ഇനി അടുത്ത നമ്മളെ പണി. അപ്പോൾ ഇതിൻ്റെ പണി നിങ്ങൾ കാണുക. ഇത് തുടർന്ന് ഞാൻ വീഡിയോ ഇടാൻ പോവുകയാണ്. കുറേ നേരമുണ്ട്. സ്റ്റാൻഡേ പിടിച്ചു, അല്ലാതെ എല്ലാം പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ക്ലിയറായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിട്ടാലും ഇട്ടില്ലൊരു ലൈക്ക് അടിച്ചേരെ, നഷ്ടമൊന്നും ഇല്ലല്ലോ. 5 പൈസയുടെ മുടക്കമുള്ള കാര്യമല്ലല്ലോ. ചുമ്മാ ഒരു ലൈക്ക് അടിച്ചേരെ. കാണുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം, ഇത്രയും പേര് ഞങ്ങളെ ലൈക്ക് അടിച്ചല്ലോ എന്ന്. അപ്പോൾ ഛേദമില്ലാത്ത ഉപകാരങ്ങൾ നാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ ഛേദമുള്ള ചില ഉപകാരങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ ഭഗീരഥ പ്രയത്നം. ഇത് കണ്ടാണ്, ഇത് സോണിയുടെ ഒരു 5.1 ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞാൽ STR-DE 375. STR-DE 375 സോണിൻ്റെ 5.1 ഹോം തിയേറ്ററാണ്. ഇത് ഡെഡായിരുന്നു. ഞാൻ ഓണാക്കി കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഇത് പ്രൊട്ടക്റ്റിലേക്ക് പോകും. പ്രൊട്ടക്റ്റിലേക്ക് പോവാണ്. ആ കംപ്ലൈൻറ്റ് തീർക്കാനാണ് നമ്മൾ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഞാൻ ഇന്ന് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്, ഈ ഹോം തിയേറ്ററിൻ്റെ സർവീസിൻ്റെ. ഇതിൻ്റെ ഓണാകുന്നില്ലായിരുന്നു. നമ്മൾ ഓണാക്കി റെഡിയാക്കി. ഇപ്പോൾ പ്രൊട്ടക്റ്റിലേക്ക് ഇത് പോവാണ്. അതിൻ്റെ കാര്യങ്ങൾ ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്കും കാര്യങ്ങൾ മനസ്സിലാകുന്നതായിരിക്കും. ആദ്യമായിട്ട് ഈ ബോർഡ് കംപ്ലീറ്റ് അഴിച്ചിറക്കാൻ വേണ്ടി ഞാൻ താലം കൈമാറുന്നു. അഴിച്ചോ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? ഇത് എടുക്കത്തില്ല. എടുക്കാന്നല്ല എടുത്തു. അത് സ്ക്രൂ മാത്രം അടിച്ച് എടുത്താൽ മതി. അത് സാധനം പിന്നെ അതിന് പുറത്തോട്ട് വരുന്ന നല്ലത്. സ്ക്രൂ മാത്രം അടിച്ചാൽ മതി. ഈ സ്ക്രൂ വരത്തില്ലെന്നാ പറഞ്ഞ. വലിയ സ്ക്രൂ ഒക്കെ അവിടെ വെച്ചാൽ ഞാൻ എടുത്തു. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പണി ആരംഭിച്ചു. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു എന്ന് കരുതുന്നു. ജോലിക്ക് പോകേണ്ടവരൊക്കെ പോയി കാണുമല്ലോ, ജോലി സ്ഥലത്തായിരിക്കുമല്ലോ. ജോലിക്ക് പോകും. ഇപ്പോഴേ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലല്ലേ 10ാമത്തേക്ക് ചെല്ലുള്ളൂ. ഇതിൻ്റെ ട്യൂണറാണ്.
ഇനി ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ അഴിക്കണം. ഇത് ബോർഡിൻ്റെ അകമല്ല ഒന്ന് കാണിച്ചത്, അഴിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ. നല്ല ബെസ്റ്റ് ക്വാളിറ്റി ആംപ്ലിഫയർ ആണ്. നല്ല ഒട്ടും കൺജസ്റ്റഡ് ഒന്നും ആക്കാതെ ഒറ്റ ബോർഡിൽ തന്നെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നിങ്ങൾക്ക് AVRക്ക് അറിയാമല്ലോ, ഒത്തിരി ബോർഡുകളും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതും കൂടെ അങ്ങ് അഴിച്ചു മാറ്റിയേക്കാം, പിന്നെ എളുപ്പമുണ്ട് ഇതൊക്കെ. മതി തോന്നും. ബോർഡ് അഴിച്ച് സോക്കറ്റ് ഓക്കെ അഴിച്ച് എടുത്തു. അടിഭാഗത്ത് ഭയങ്കര 2-3 SMD ഒക്കെ ഉണ്ട്. നല്ല മുഴുത്ത 2 SMD അടിഭാഗത്തുണ്ട്. ഇവിടെ റെഗുലേറ്റർ പോയിരിപ്പുണ്ട്. പവർ സപ്ലൈയുടെ റെഗുലേറ്ററാണ്. ഓക്കെ, അതിൻ്റെ നമ്പർ 78M07 ആണ്. ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ, അതിലേക്ക് കുറേ റെഗുലേറ്ററുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പണി പതുക്കെ തുടങ്ങാം.
ആണ് സാധനം. 78 M07 മിത്സുബിഷിയുടെ ഐസിയാണ്. മിത്സുബിഷി മിത്സുബിഷി, ഇത് STK, ഇത് NEC ജപ്പാൻ, BPC. അപ്പോൾ നമുക്ക് വേറെ അടുത്ത് വേറൊരെണ്ണം പുതിയതെടുത്തിടാം. എപ്പോഴും നമ്മൾ പുതിയതാണെങ്കിലും ഇടുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ ബ്ലഡ് നല്ലപോലെ പിടിക്കത്തുള്ളൂ. ക്ലീൻ ചെയ്ത് അങ്ങോട്ട് നമ്മൾ ഇട്ടു. പെട്ടെന്ന് തീരുമാനമുള്ളതാണ്. പുതിയ ഐസ് ഇടുവാണോ? ആ, ഐസ് ഇടുമ്പോൾ നമ്മൾ കാലൊത്തിരി പുറത്തേക്ക് വരാതെ ഇച്ചിരി ഉയർത്തി വേണം ഇടാൻ. അല്ല ബോഡിയെ ടച്ച് ചെയ്യും. അടി ഇതായതുകൊണ്ടാണ് നീളം കൂടുതൽ വരാൻ നേരം. നീളം കൂടുതൽ വരുമ്പോൾ ഇച്ചിരി പുറത്തേക്ക് അകത്തോട്ട് ഇച്ചിരി തള്ളി വിട്ടാൽ മതി. അകത്തോട്ട് എന്തെങ്കിലും പോയാലും കുഴപ്പമില്ലല്ലോ. പുറത്തേക്ക് തള്ളി വരരുത് അധികം. അതിൻ്റെ ഒരു മട്ടത്തിനെ നിർത്താവുള്ളൂ. പിന്നെ ശരിക്കും ഇവിടെ ഒരു 2 ഐസികളും കൂടെ ഉണ്ട്. അവന്മാരെയും കൂടെ മാറ്റണം. അത് ബ്ലഡ് നമുക്ക് അയച്ചെടുക്കാം. ശരിക്കും ഇത് ഇത്രയും പഴക്കമുണ്ടെങ്കിലും നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതാണ് ആ സാധനം. ഇതൊരു ആമ്പൈസയാണെന്ന് തോന്നുന്നു. ഷോപ്പിംഗ് ആണ്. രണ്ടെണ്ണം ഉണ്ട് ഇത് കുട്ടൈസി. ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് NEC ഐസിയാണ്. NEC UPC 2581V എന്ന് പറഞ്ഞ ഐസിയാണ്. UPC 2581V. ഇതാണ്ട് സോണിയയിൽ വരാറുള്ള ഒരു ഐസിയാണ്. നമ്മുടെ കൈവശം അത് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു.
ആ ഇതാണെന്ന് തോന്നുന്നു. നേരത്തെ ഞാനിത് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണെന്ന് തോന്നുന്നു. UPC 2581B. അത് തന്നെ, ഇത് തന്നെ മുതൽ അതിനെ ക്ലീൻ ചെയ്തേക്കാം. ഇത് 2 ലെയറായിട്ട് വരുന്ന IC ആണിത്. ഇത് ക്ലാവായി. ഈ ഇലക്ട്രോണിക് സാധനം എല്ലാം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലാവ് പിടിക്കും. കുഴപ്പമൊന്നുമില്ല, അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് കയറ്റി ഇട്ടണാൽ മതി. ക്ലീൻ ചെയ്യാതെ കിട്ടിയപടി ഇടാൻ പാടില്ല. ഇത് ഒരിക്കലും ലഡ്ഡു പിടിക്കത്തില്ല. അതിൻ്റെ എല്ലാ മേലും ഇങ്ങനെ ചരിച്ചും മരിച്ചും എല്ലാം ക്ലീൻ ചെയ്യണം. എല്ലാ കാലം നല്ലപോലെ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഇത് ഡ്യുവൽ ലെയർ കാലാണ്. തൊട്ടടുത്ത് തന്നെ ഒരുത്തനോടെ ഉണ്ട്, അവനെ മാറ്റണം. ഓരോന്നോരോന്നങ്ങ് മാറിപ്പോവാം. അപ്പോൾ പിന്നെ സംശയം വരിക, ബുദ്ധിമുട്ട് വരികയില്ല, അവത്തം പറ്റിയല്ലോ ഒരു ദിവസം. ശരാശരി കേരളമുണ്ട്. ചില കാലുകളിലൊക്കെ ഇച്ചിരി ഫ്ലെക്സ് ഇട്ടിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നല്ല സൂപ്പറായിട്ട് പിടിച്ചോളും. പിന്നെ ഇപ്പോൾ വരുന്ന ലെഡിനെല്ലാം ഫ്ലെക്സ് ഉണ്ട്, എന്നാലും ആ വൈറ്റ് ഫ്ലെക്സ് ഉപയോഗിക്കുക, ആ മഞ്ഞ കളറുള്ള ഫ്ലെക്സ് ഉപയോഗിക്കേണ്ട. അതിൽ നല്ല ക്ലിയറായിട്ട് പിടിക്കുന്ന വൈറ്റ് ഫ്ലെക്സാണ്. കഴിവതും വൈറ്റ് ഫ്ലെക്സ് ഉപയോഗിക്കുക. നമുക്ക് അടുത്ത ആഴ്ച ഷീൽഡിച്ചിട്ടുണ്ട്. ക്ലീനിങ് ഒക്കെ നമുക്ക് ഏറ്റവും അവസാനം ചെയ്യാം. അടുത്ത AC.
പഴയ ഐ സി പോട്ടെ, പുതിയത് കിട്ടി. ഡ്യുവൽ ലെയറാണിത്. അടിയിൽ ഹീറ്റ് സിങ്ക് ഉള്ള ടൈപ്പാണ്. അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്യുകയാണ്. നേരത്തെ നമ്മുടെ സോണിയുടെ സെറ്റുകളിലൊക്കെ ഐ സി ഒരു കാലത്ത് ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ നല്ല വിലയുള്ള ഐ സി ആയത്. അന്നത് നമ്മൾ ആവശ്യം വരുന്നതുകൊണ്ട് മേടിച്ച് വെച്ചുകൊണ്ട് ഇപ്പോൾ പ്രയോജനമായി. അതാ ഒരു സാധനവും നമ്മൾ ഇന്നല്ല നാളെ പ്രയോജനപ്പെടുമെന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രയോജനപ്പെടാത്ത ഐറ്റംസ് ഉണ്ട് കേട്ടോ. VCR ഒക്കെ നിന്ന് പോയി, അതിൻ്റെ വീലുകളൊക്കെ പോയി, VCRൻ്റെ ഹെഡുകൾ പോയി. എന്നാലും വളരെ റയറായിട്ടൊക്കെ ആൾക്കാർ VCR നന്നാക്കാൻ കഴിഞ്ഞ ദിവസം ഒരാൾ കൊണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെയിം ഹെഡൊക്കെ ഉണ്ടായാലേ പറ്റുള്ളൂ. എന്നോർത്ത് നമുക്കത് കളയാൻ പറ്റിയല്ലോ ഒരു സാധനം. ഞാനതുകൊണ്ട് ഒരു സാധനം കളയാൻ വെച്ചിരിക്കുന്നു. ഇതെല്ലാം അപ്പടി ക്ലാവ് ഉപയോഗിക്കാതെ വർഷങ്ങളായിട്ട് ഇരുന്നിട്ട് ഇതെല്ലാം എന്തൊക്കെയോ കറുത്ത് പിടിച്ചു. ഈ സാധനമൊന്നും, ഈ ഐ സി ഒന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചല്ലോ. കാരണം പൈസ പോയെന്ന് തന്നെ വിചാരിച്ചു. അതാണ് എൻ്റെ ഒരു ഗുണമേ. ഭാഗ്യം ഉള്ള കസ്റ്റമർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും നമ്മൾ ഉദ്ദേശിക്കാതെ. ദൈവത്തിൻ്റെ ഒരു പദ്ധതി. എല്ലാ ഭാവവും പിടിക്കാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. സൈഡിൽ നിന്നും മറ്റേന്നും മണ്ടേന്നും പുറകിൽ നിന്നും എല്ലാം അടുത്തും കൂടെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് കണ്ണടച്ചിരിക്കട്ടെ. കാലുകളെ ഡബിൾ ലെയർ ആയതുകൊണ്ട് പിടിച്ച് കറക്റ്റ് വെച്ചിട്ട് ഇറങ്ങിയത. ഒരെണ്ണം പോലും ഇറങ്ങി. ആ കറക്റ്റ് ഡബിൾ ലെയർ ആയതുകൊണ്ട് ഇറക്കി വിടാൻ ഇച്ചിരി പാടുണ്ട്. അത് കറക്റ്റ് നോക്കി വേണം ഇറക്കാൻ. ഒത്തിരി തള്ളി പുറത്തേക്ക് വരികയും ചെയ്യരുത്. ഈ സൈഡൊക്കെ ഇച്ചിരി നല്ല കൂടുതലാണ്. പിന്നെ നല്ല ലെഡും നല്ല ഫ്ലെക്സും ഉപയോഗിക്കണം. അത് ഞാൻ തന്നെ പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു പ്രൊട്ടക്റ്റിന് വരുന്ന അവസ്ഥയെ ഐ സി കംപ്ലൈൻറ്റ് വരുമ്പോഴേ പ്രൊട്ടക്റ്റ് വരുന്നത്. ഇവിടെ ഒരു ഐ സി ഉണ്ട്, അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഡോറയിൽ ആരോ വന്ന് മുട്ടുന്നുണ്ട്. ഉണ്ടോ? എവിടെ? അപ്പുറം താഴെ. ബെല്ല് എവിടെ ഓണാണോ നോക്കി ഓഫ് ചെയ്ത് പൊക്കൂ. താഴെ വരെ പോയിട്ട് വരാം. ആ, എന്തായാലും ഇനി കുറേ ട്രൈകളുണ്ട്. അപ്പം ഞാനതിൻ്റെ ഇത് മൊബൈല് വെച്ച് മേളിൽ വെച്ച് പിടിച്ച് കാണിക്കാം. കാരണം അത് വേറെ വർക്കുള്ളതുകൊണ്ട് ജിൻസി പോയി, ക്യാമറമാനില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുവാണ്. അപ്പം അത് നിങ്ങളുടെ കേൾക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്.
സകല റെഗുലേറ്ററും വിട്ടിരിക്കുകയാണ്. എല്ലാം ചെയ്യണം. അപ്പോൾ IC ഒക്കെ ഇട്ടോ? IC ഇട്ടു. ഇവിടെ കുറേ റെഗുലേറ്റർ എല്ലാം ഡ്രൈ ഉണ്ട്. ഈ കണക്ഷൻ മുഴുവൻ ഡ്രൈ ആയിരുന്നു. ഈ കണക്ഷൻ ഇനിയും ചെയ്യാനുണ്ട്. ഡ്രൈ മുഴുവൻ ചെയ്ത് വരുന്നുള്ളൂ. ഓരോ ഏരിയ ചെയ്ത് വരുന്നുള്ളൂ. ഫുള്ള് കംപ്ലൈൻറ്റാണ്. ഇത് ചെയ്തെടുത്താൽ ഉണ്ടല്ലോ ഈ വർഷങ്ങളിൽ ഓടിക്കോളം അനങ്ങായിരുന്നു. അതാണ് അതിൻ്റെ ഒരു വർക്കിൻ്റെ ഒരു പ്രത്യേകത. ഒരു 2 കിലോ ലഡ്ഡു മേളിൽ ഇതിനകത്ത് കയറും. അത്രയും ഓൾഡാണ്. നല്ല സാധനമാണ്, നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്. കേടും വരാത്ത രീതിയിൽ നല്ല സൂപ്പർ മാനുഫാക്ചറിങ്. ഈ അവരിട്ടതിൻ്റെ അവർ മുക്കിയെടുക്കുന്ന അപ്പം അത്ര പിടിക്കുള്ളത് അതാണ്. ഒരു ലെഡിനകത്തൂടെ ഒഴുകിപ്പോവുക ഞാൻ കണ്ടിട്ടുണ്ട്. ഒഴുകിപ്പോകുന്ന ലെഡിനകത്തൊന്ന് ബെൻഡ് ചെയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇതിങ്ങനെ കുഴപ്പം വരുന്നത്. എല്ലായിടത്തൊന്നും പിടിക്കണമെന്നില്ല. നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ഓരോ പോയിൻ്റ് എടുത്തല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന അവസരമുള്ളപ്പോൾ നമ്മളത് ചെയ്യണ്ടേ. അല്ലാതെ അവരങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് പകരം ഞാൻ മാത്രം. കുറച്ച് നല്ല വേസ്റ്റ് വേണം, 1 ലിറ്റർ തിന്നർ വേണം, ബ്രഷ് വേണം. ഇനി വാഷ് ചെയ്തെടുക്കാം. സാധനം കിട്ടാൻ മാത്രം പോരല്ലോ, എല്ലാം കഴുകിയെടുക്കണ്ടേ. ശരിക്കും
കണ്ടോ അസംബ്ലി ചെയ്തിരിക്കുന്നതിന് കണ്ടോ ട്രൈയും ഇല്ല ഒന്നുമില്ല. അതുകൊണ്ട് ആ അസംബ്ലിയിലേക്ക് എല്ലാവരും മാറിയെന്ന് മനസ്സിലായി. വലിയ എ സികൾക്ക് ഡ്രൈ ഉള്ളൂ, പിന്നെ അസംബ്ലിക്ക് ഡ്രൈ ഇല്ല. അതങ്ങനെ ലെഡ് കൂടുതൽ വരുന്ന സ്പോട്ടല്ലത്, എർത്താ. ഓരോ സ്പോട്ട് അനുസരിച്ച് അതിൻ്റെ ഇത് വരുന്നു. അല്ലേ ഈ കൂടുതൽ പവർ പോകുന്ന സ്ഥലങ്ങളൊക്കെ കമ്പനി തന്നെ വലുതായിട്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പം ഈ ഐ സി ചെയ്തു ഈ 2 IC മാറ്റി ഒന്നുകൂടെ വേണേൽ ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്തേക്കാം. എൻ്റെ ഒരു കാര്യം അപ്പോൾ ഇനി തിന്നറ ബ്രഷ് വേസ്റ്റ് ഇത്ര സാധനം എടുത്തു. ഇത് മെയിൻ ഫിൽറ്ററാണ്. എൻ്റെ കാര്യമൊക്കെ നമ്മളൊന്ന് സോൾഡർ ചെയ്ത് വിടുന്നുള്ളൂ. മൊത്തം നോക്കി ട്രൈ കണ്ടതൊക്കെ ചെയ്തു, പോയ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാമായി. ഇത് സോണിയുടെ ബോർഡ് കണ്ടല്ലോ, 5.1 സോണിയുടെ ആംപ്ലിഫയറിൻ്റെ ബോർഡ്. അടിപൊളിയല്ലേ? ഇത് ബോർഡിൻ്റെ അകവശം, ഇത് ബോർഡിൻ്റെ അടിവശം. അവിടെയാണ് കൺട്രോൾ IC എല്ലാം വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പണികളൊക്കെ തീർത്ത് അവനെ നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവാം. എല്ലാ കംപ്ലൈൻറ്റും തീരുമെന്നും പ്രൊട്ടക്റ്റ് കംപ്ലൈൻറ്റും തീർന്നിട്ട് കാണുമെന്നും നമ്മൾ വിശ്വസിക്കുന്നു. എല്ലാം തമ്പുരാൻ്റെ അനുഗ്രഹം. അപ്പോൾ കാണാമല്ലോ, ട്രൈപോഡിലൊക്കെ വെച്ചല്ലേ. ട്രൈപോഡൊക്കെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഉപയോഗിക്കണമെന്നൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതിൽ നിന്നും ഹിൻസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്നു. പിടിച്ച് കൈക്ക് വേദന എടുക്കാതിരിക്കും. തുളകളൊക്കെ കറക്റ്റ് വന്നു. ഇത് കണ്ടോ, കപ്പാസിറ്റർ കണ്ടോ, 2 വലിയ കപ്പാസിറ്റർ. ഇതിപ്പോൾ പിന്നെ കാണിക്കാം. 4700 MFD 63 വോൾട്ട് കപ്പാസിറ്ററാണ്. എന്നാ വലുപ്പമാണെന്നറിയാം, അന്യായ വലുപ്പം.
ഇപ്പം അതിൻ്റെ നാലിലൊന്നും പകുതി പോലും വലുപ്പമില്ല. 4700 MFT. പിന്നെ 63 വോൾട്ടും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കാം കണക്ഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. കൊടുത്തു, ഇവിടുത്തെ കണക്ഷൻസ് കൊടുത്തു. എല്ലാം കാണാമോ? ക്ലോസപ്പ് കാണാമല്ല? അത് ശരി. സ്ക്രൂ ഇടുന്നതിന് മുമ്പ് ആദ്യം ഇത് വർക്കാവുമെന്ന് നോക്കട്ടെ. ഈ IC ഒക്കെ എടുത്ത് നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കിയേ. കുഴപ്പമില്ല. എന്നാ ശേലം നോക്കിയേ. ഹാ ഓണായി. നീ പ്രൊട്ടക്റ്റ് ഇതെല്ലാം ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് വരുന്നുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. പ്രൊട്ടക്റ്റ് വരുന്നുണ്ട്. ഷോക്ക് അടിക്കരുതോ? ഇല്ല. അപ്പോൾ എന്താണ് പ്രശ്നം? ഈ ബോർഡിലായിരിക്കും. ആ ബോർഡും കൂടി ഒന്ന് നോക്കാം. ചെയ്യണം. ഓക്കെ. ഈ സ്ക്രൂ അഴിച്ചാൽ പറയാം. അഴിക്കട്ടെ? ഒന്നും അടിക്കണ്ട. ഇത് രണ്ടും, ഇതിനകത്ത് രണ്ടും, ഇതിനകത്ത് രണ്ടും.
മതിക്കൊണ്ട് പോകാതെ പോന്നോ? ഒരെണ്ണം വന്നു മറ്റേത് അതിനകത്തിരിക്കും. കുഴപ്പമില്ല. ഈ വക്കരയ്ക്ക് വെക്കാം എന്നാലേ കൊത്ത്. വിട്ടാ തുറക്കല്ലേ. കെട്ട് പൊട്ടിക്കണം. മനസ്സിലായി? കത്രികതോ ഈ കെട്ട് രണ്ടും അങ്ങ് പൊട്ടിക്കാം. പറയുന്ന ചെറിയ കട്ടർ. കട്ടർ നല്ല നീല കട്ടർ എന്ത്? അത് കാണുന്നില്ലല്ലോ.
സ്പോട്ട് പെട്ടെന്നില്ല. സ്പോട്ട് ലൈറ്റ് നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഉള്ളിൽ കാണാൻ. മുപ്പതിനായിരം പ്രശ്നം തരാം. ടെന്നറാ? വേസ്റ്റ് നിർത്തും. വേസ്റ്റ് നിർത്തും. തുരുമ്പുണ്ടോ? തുരുമ്പ് ഇല്ല, തുരുമ്പൊക്കെ ഉണ്ട്. ആ, അതുണ്ട്. ഇതേ കൂടെ എന്തോ പൊടിയ കത്ത് കയറിയിരിക്കുന്നു. അതൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാം മാറ്റിക്കൂ. ഇപ്പോൾ ബ്രഷിങ് ആണ്, ഈ പൊടിയൊന്നും താവട്ടില്ല. പല്ലിമുട്ട ഇതിനകത്തും കിടക്കുന്നു. ഇത് കണ്ടോ?
പല്ലുണ്ടോ അതിനകത്തും? ചിലപ്പോൾ അതായിരിക്കും ഷോർട്ടായത്. ഉം. വലിയ മുട്ടയായിരിക്കും. അഴിച്ച് നോക്കിയാലേ അറിയത്തുള്ളൂ. എന്നാ സ്ക്രൂ ഡ്രൈവർ കഴിക്കാവേ അതിന് മുമ്പ്. വലിയ ബ്രഷ് എടുക്കാം. എന്നാ മതി. കുത്തി നോക്കി. മതിയെന്ന് കുത്തിക്ക്. ലൂസാണോ കുത്തിയിരിക്കുന്നത്? ശരിയായി. ശരിയായി. അഴിച്ച് പല്ല് മുട്ടയും കൂടെ ക്ലീൻ ചെയ്യാം. തുറന്നേക്കാം. സ്ക്രൂ കഴിച്ചു. അത് പ്രസ് ചെയ്യാതായിരിക്കണേ. ഊരിയില്ലേ? ഒരു കിട്ടും. ആ ഇത് നല്ല സൂപ്പറായിട്ട് കാണാമല്ലോ. ആ ഇതിക്കുള്ള തന്നെ വേണ്ട. കൈ കൊണ്ട് പിടിക്കുന്ന തരുവേ. അനങ്ങുന്നില്ല, അവിടെ തന്നെ ഇരുന്നോളൂ. ആ പിന്നെ എനിക്കും കൂടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആ നല്ല ക്ലാരിറ്റി. നല്ല ക്ലാരിറ്റി. ഇനി എടുത്ത് നോക്കുമ്പോൾ അറിയാം ഷോർട്ടായി പോയോ നേരെയാണോ. രാജീവ് അക്കൗണ്ട് കൊടുക്കുന്നു. ഹലോ ഹലോ. OTP ഇപ്പം പറയാം. OTP വന്നിട്ടില്ലല്ലോ. വന്നിട്ടുണ്ടോ? മൊബൈൽ ഡാറ്റ ഓൺ ആണോ നോക്കി. SMS പോലെ നിറഞ്ഞ് ഇത് മൊബൈൽ TVS KSFE ഇല്ല. വൈഫൈ ഓഫ് ആക്കിയിട്ട് മൊബൈൽ ഡാറ്റ ഓൺ ആണോ നോക്കി. ഞാൻ ഇത് ആദ്യം ഒന്ന് ഇച്ചിരി ഡിലീറ്റ് ചെയ്ത് കളയട്ടെ. ഇനി വല്ല ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടോ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടോ ഞാനിതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. അതിനിടയിൽ 3 പേരാ ഫോൺ വിളിക്കുന്നത്. ഹലോ, കാഞ്ഞിരപ്പള്ളി ആണേ.
പൊക്കണോ? ഇതിനകത്തൊന്നും വരികയില്ല, ചുമ്മാ വളം തോണ്ടണം. അത് ലോക്കായി, ഈ ലോക്ക് ആ അത് മനസ്സിലായി, ലോക്കാന്നൊക്കെ മനസ്സിലായി, ഉണ്ടോ ലോക്ക്? എല്ലാം ലോക്കാന്ന് മനസ്സിലായി. പക്ഷെ അതെല്ലാം എടുക്കുമ്പോഴേ പൊട്ടാനൊക്കെ ചാൻസാണ്. അല്ലല്ല, ഈ ഓളിയും കൺട്രോൾ അഴിക്കണം. ഉണ്ടോ? ഇതിൻ്റെ നെട്ട് അഴിക്കണം ഇവിടുത്തെ, എന്നാലേ പൊക്കാൻ പറ്റുള്ളൂ. എന്നാൽ അതിനകത്തുള്ള സാധനം കുട്ടിക്കള. ഇതിനകത്തൊന്നും ഇല്ലെന്നേ. പല്ലി കഷ്ടമുണ്ട്. പല്ലിയില്ല, പല്ലിയുടെ ഒരു 2-3 മുട്ട ഉണ്ടെന്നോ ഉള്ളായിരുന്നു, ഇറങ്ങിപ്പോയതായിരിക്കും. പല്ലി ഇവിടെ ഒന്നും വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ അഴിക്കണ്ട, ഏ? അഴിക്കണ്ട, ശരിയായ സ്ഥിതിക്ക് ഇനി ഇപ്പോൾ പോരെ. മതി. പല്ലി ഇവിടെ ഉണ്ടൊരു മതി, സമയത്തിലൊന്നും വലിയ ശരിയായി ഉണ്ടോ? മതി. ഇനി സ്ക്രൂ ഇട്ട് മുറുക്കിയേക്കാം. ചുമ്മാ ഞാൻ മുറുക്കിയേക്കാം. പോയി രാജീവ് സാറിൻ്റെ വന്നോ നോക്കിയാൽ. അതേ ഞെക്കല്ലേ. വേടന് ഉടുപ്പുമായിട്ട് ചെല്ലുന്ന ഒരു ചരക്ക്, അവളെ വേടനെ മുല കൂട്ടി ഞെക്കി പിടിച്ച് പല്ലിമുട്ടയെല്ലാം താഴെ കിടപ്പുണ്ട് കേട്ടോ, അതിനകത്തുനിന്ന് വീണ്. ഒത്തിരി പല്ലിമുട്ടയുണ്ടായിരുന്നു. ആ ഒത്തിരി പല്ലിമുട്ടയുണ്ട്. പക്ഷേ ഇനി വല്ലയിടത്തും സ്ക്രൂ ഉണ്ടോ എന്ന് നോക്കി ഇടാൻ. അവിടെ നിന്ന് അഴിച്ച സ്ക്രൂകളെല്ലാം നീളം കുറഞ്ഞതായിരുന്നു. അല്ല, ഈ ബോർഡുകളുടെ നീളം കുറഞ്ഞതല്ലായിരുന്നു. അതല്ല, ഇത്രയും കുഞ്ഞത്. ആ വണ്ണം കുറഞ്ഞ ടൈപ്പ് അല്ലേ. ഒരെണ്ണമുണ്ട്. ഇല്ല, ഇതൊന്നും ഒന്നത്തോളം ഉണ്ടോയെന്ന് നോക്കി. ഇല്ല, സ്ക്രൂ ഇവിടെ ഇല്ല. ക്യാമറയ്ക്ക് മറന്നു നിൽക്കാതെ. സ്ക്രൂ ഇവിടെ ഇല്ല. എന്തായാലും അങ്ങനെയുണ്ട്. കുഴപ്പമില്ല. കിട്ടുന്നില്ല. ഇങ്ങനെ വെച്ച് കാണിക്കണമെന്നാണ് പല ആൾക്കാരും പറഞ്ഞത്. സ്റ്റാൻഡേ വെക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മളങ്ങനെ വെച്ചു. മറ്റേ അപ്പോൾ നമുക്ക് ഈ ശരിക്കും ഇതിൻ്റെ ഒരു ക്ലോസപ്പ് കാണിക്കാൻ പറ്റാതെ ഇതുണ്ട്. ക്ലോസപ്പ് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെ ഒന്നാണ്. ഓക്കെ ആയില്ലേ? അപ്പോൾ ഒരിടത്ത് തന്നെ ഇരിക്കുമ്പോൾ ഫോക്കസ് പ്രശ്നമൊന്നും വരികയില്ല. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്യാൻ പോവാം. അങ്ങനെ പാറ്റാക്കൂട്ടങ്ങളെയും പല്ലിക്കൂട്ടങ്ങളെയും മറ്റേ നിമ്പ കണ്ട പല്ലിയുടെ കേട്ടോ അല്ലേ,
പല്ലി വളർത്തൽ ഇവിടെ എർത്തുണ്ട്. വയറുകൾ, ഇവിടെ ഒരു വയർ, രസമാണ്. കാലിൻ്റെ സ്ക്രൂ, നീളം കുറഞ്ഞാണോ? നീളം കുറഞ്ഞല്ലേ? അല്ല കേട്ടോ, ഇത് ബാക്ക് കവർ വരുന്നു. അതട്ടെ. ഇതാ വേണ്ട. ഇത് ഏറ്റവും ബാക്ക് കവറിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതെടുത്തോണ്ട് വേണ്ട, എനിക്ക് കാലിൻ്റെ ഇവിടെ അവിടെ കാലിന് മൂന്നാമോ കേട്ടോ. ഇല്ല, അപ്പോൾ ഒരെണ്ണം കൂടെ എവിടെയോ മോശം കാലിന് നീളം കുറഞ്ഞാണോ? ആ ചെറുതാ. ഓക്കെ, കാലിന് നീളം കുറഞ്ഞു. ബാക്കിയൊന്നും വെച്ച് പൊടിയൊന്നും ഒലിക്കണോ? അതിനുള്ള പൊടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? പഠിക്കാം. മതി മതി, ഇത്ര മതി. അതിൻ്റെ ആവശ്യമുള്ളൂ, ഒത്തിരി വേണ്ട. അപകടമോ ഒത്തിരി പിടിക്കണ്ട. അങ്ങനെ പിടിച്ചാൽ സ്റ്റാറ്റിക് കറണ്ട് പ്രശ്നം വരും.
രാജേഷ് സാറായിരിക്കും. എൻ്റെ ബാക്കിൽ സ്ക്രൂ അല്ല കേട്ടോ. ഇത് ഹലോ. ആ അയച്ചിട്ടില്ല. ഒരു ഇച്ചിരി പ്രശ്നം കാണിക്കുന്നുണ്ട്, ഒന്നുകൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ ശരി. ഫിറോസ് ചുറ്റിപ്പാറയുടെ പുതിയ വീഡിയോകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ വ്യൂ ഏതാണ്ട് 5 ലക്ഷം വരെ മാത്രമേ എത്തുന്നുള്ളൂ. സാധാരണ ഒരു 10 മിനിറ്റ് വീഡിയോ യൂട്യൂബിൽ ഇട്ടാൽ 5 ലക്ഷം പേര് കണ്ടാൽ കുറഞ്ഞത് 25,000 രൂപയും പരമാവധി ലഭിക്കാവുന്നത് 1,30,000 രൂപയുമാണ്. ഇദ്ദേഹത്തിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വരുന്ന ചെലവ് കണക്കാക്കിയാൽ വലിയ ലാഭം ലഭിക്കുന്നില്ലെന്ന് ചുരുക്കം. ഫിറോസ് ചുറ്റിപ്പാറയുടെ പുതിയ വീഡിയോകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിന്റെ വ്യൂ ഏതാണ്ട് 5 ലക്ഷം വരെ മാത്രമേ എത്തുന്നുള്ളൂ. സാധാരണ ഒരു 10 മിനിറ്റ് വീഡിയോ യൂട്യൂബിൽ ഇട്ടാൽ 5 ലക്ഷം പേര് കണ്ടാൽ കുറഞ്ഞത് 25,000 രൂപയും പരമാവധി ലഭിക്കാവുന്നത് 1,30,000 രൂപയുമാണ്. ഇദ്ദേഹത്തിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വരുന്ന ചെലവ് കണക്കാക്കിയാൽ വലിയ ലാഭം ലഭിക്കുന്നില്ലെന്ന് ചുരുക്കം. ഫിറോസ് ചുറ്റിപ്പാറയുടെ പുതിയ മാട്രസ് വാങ്ങി അതിലൊരു കോഴിമുട്ട പരീക്ഷണം നടത്തി. ഇത് പലരുടെയും പ്രശ്നം. കിട്ടോ? കിട്ടില്ലേ? നിർത്തിയ കേട്ടോ, ഒത്തിരി ടൈം ആവുന്നുണ്ട്. ഇനിയിപ്പം മൊബൈൽ കുറച്ച് നേരം കയ്യിലെടുത്ത് പിടിച്ചോ. ഞാൻ ഓരോ ചാനലും ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം കവറിടാം, ഓണാവുന്ന ഒന്നുകൂടെ നോക്കിയിട്ട്. അപ്പോൾ ഓരോന്നും കാണിക്കണം, അതുകൊണ്ടാണ്. FM ബസ് ട്രിപ്പിള് പിന്നെ വീഡിയോ TV സാറ്റലൈറ്റ് DVD MD ടേപ്പ് CD ട്യൂണർ, ഇത്ര സംഭവമുണ്ട്. ഇനി അതിൻ്റെ ട്യൂണറും കൂടെ ഞാനൊന്ന് കണക്ട് ചെയ്തോട്ടെ. നല്ല പോസിറ്റീവ് അതൊക്കെ. ഇതിൽ കുറേ അതും ഇതും എല്ലാം ഇരിപ്പുണ്ട്. അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാ ചാനലും എല്ലാ ഇൻപുട്ടും ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് ഞൂരി വിട്ടാൽ ഒരു DVD പ്ലെയർ ഞാൻ പോയി നമ്മൾ ഡിസ്ക് എടുത്തുണ്ട്. കോപ്പിറൈറ്റ് അടിക്കാത്ത ഡിസ്ക് എടുത്തുണ്ട്. ഇല്ലേ, താക്കോലില്ല, ഞാൻ പോയി എടുത്തുണ്ട് കേട്ടോ. ഈ ഡിസ്ക് കോപ്പിറൈറ്റ് അടിക്കും.
സ്ക്രൂ കിട്ടോ? അവിടെ സ്ക്രൂ ഒന്നുമില്ല. അവിടെ സ്ക്രൂ ഇവിടെ പുറകിൽ ഓളത്തരം കാണിച്ചിട്ട് വീഡിയോ വെച്ചോണ്ടാണോ? പിന്നല്ലാതെ ഇല്ലാത്തടത്തേക്ക് സ്ക്രൂ അടിച്ച് കയറ്റി. ഞാൻ നോക്കിയപ്പോൾ അവിടെ സ്ക്രൂ കിടക്കുന്ന ഒരു തുളയാണ്. സ്ക്രൂ അല്ല, അയ്യോ തുള വീണു ജൻസി. കുഴപ്പമില്ല, ചുമ്മാ തുളയിട്ട് വന്നാൽ മതി. ഇവിടെ ഉണ്ട് സ്ക്രൂ. ഇല്ല, സ്ക്രൂ തീർന്നു. 6 സ്ക്രൂ എന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇതാണ്ട് പറഞ്ഞിട്ടു. ആ വശം കൂടെ മെഴുകാൻ നോക്കിയാലേ. ഇത് നമ്മൾ DVD പ്ലെയർ എടുക്കാൻ പോവാണ്. അപ്പം മൊബൈൽ എടുത്ത് കൈ പിടിച്ചു. അപ്പം നമ്മൾ ആദ്യത്തെ വീഡിയോ ഇന്ന് കൊടുക്കാൻ പോവാണ്. എല്ലാ ഇൻപുട്ടും വർക്കിംഗ് ആണോ ചെക്ക് ചെയ്യാനാണ്. ഈ DVDക്കകത്തൊരു പാട്ട് CD ആണ് കിടക്കുന്നത്. അത് ഞാനിങ്ങനെ മാറ്റുവാണ്. അതൊരു കുഞ്ഞറ്റം വന്നാൽ പോലും കോപ്പിറൈറ്റ് അടിയാണ്, ഭയങ്കര കോപ്പിറൈറ്റാണ്. അതുകൊണ്ട് പണ്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു DVD സ്പാർക്ലിംഗ് വെഗ 2 എന്ന് പറഞ്ഞൊരു ഡിസ്ക്കാണ്. DVDക്ക് വേണ്ടിയിട്ടുള്ള ഇതാണ്. ആ സാധനം കോപ്പിറൈറ്റ് വരികയെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്ലേ ചെയ്തു, ലോഡ് ചെയ്യുന്നു. ഇച്ചിരി പഴഞ്ചനാണ്. എടുത്തു, കൗണ്ട് ചെയ്തു. ഇനി ഇത് കുത്തുന്നു. അതിന് മുമ്പ് 2 സ്പീക്കർ കൊടുക്കണം. 2 സ്പീക്കർ, ഫ്രണ്ട് സ്പീക്കർ, ഫ്രണ്ട് സ്പീക്കർ, ഫ്രണ്ട് സ്പീക്കർ, ഫ്രണ്ട് സ്പീക്കർ, 2 ചാനൽ സ്പീക്കർ കൊടുത്തു. ഇനി DVD ഓൾറെഡി പ്ലേ ആണ്, നമുക്കൊന്ന് കൊടുക്കാം. ഇൻസ്റ്റാൾ FM. നമ്മൾ വീഡിയോയിലാണ് കൊടുത്തിരിക്കുന്നത്. വീഡിയോയിൽ നമുക്ക് വോളിയം കൂട്ടി നോക്കാം. വോളിയം കൺട്രോൾ ഇച്ചിരി പ്രശ്നം കാണിക്കും, കാരണം കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ടാണ്. ഇനി TV സാറ്റലൈറ്റാണ്. വീഡിയോ കഴിഞ്ഞു, ഇനി TV സാറ്റലൈറ്റ്. ഈ TV സാറ്റലൈറ്റ് എവിടെയാണെന്ന് നോക്കട്ടെ. TV സാറ്റലൈറ്റ് അത് വർക്കിങ്ങാ. TV സാറ്റലൈറ്റ് വർക്കിങ്ങാ. ഇനി അത് DVD മോഷൻ. DVD, പിന്നെ MD ടാപ്പ്, അതും കൂടെ നോക്കിയേക്കാം. MD ടാപ്പ്, MD അത് ഓക്കെയാണ്. ഇനി എല്ലാ സ്പീക്കറും കിട്ടുമെന്ന് മാത്രം നോക്കുക. സ്പീക്കർ കിട്ടുമെന്ന് നോക്കാൻ
നമ്മൾ ആദ്യം വീഡിയോയിലങ്ങ് കൊടുക്കാം. വീഡിയോ ആണല്ലോ ആദ്യം ഇരിക്കുന്നത്, അതിൽ തന്നെ നമ്മൾ കൊടുത്തിട്ട് വീഡിയോയിലിട്ടു. ആദ്യം വീഡിയോയിലിട്ടു. ഇനി സൗണ്ട് ചാനൽസ്, സറൗണ്ട് ഓഫ്, ഡോൾബി പ്രോലോജിക്, MD ടേപ്പ്, ഡോൾബി പ്രോലോജിക്, സൗണ്ട് ഫീൽഡ്, ഡോൾബി വി മോഡ്, പിന്നെ നെയിം, സറൗണ്ട് വായിക്കും. ഇവിടെ ഹാളുണ്ട്, സറൗണ്ട് ഓൺ ചെയ്യണം. സൗണ്ട് ഫീൽഡ് ഇവിടെ കാണിക്കുക. ഇത് കണ്ടോ, ഡോൾബി PL ഓൺ ചെയ്യണം. ഡോൾബി ഹാള്, ഡോൾബി വി സ്റ്റുഡിയോ, ഡോൾബി PL ഹാള്, ഡോൾബി വി, ഡോൾബി സ്റ്റുഡിയോ. ഇത് സറൗണ്ട് ഓഫ്. സറൗണ്ട് ഓൺ ചെയ്താലേ ഇതാവുള്ളൂ. ഡോൾബി വി ഹാള് സ്റ്റുഡിയോ. സറൗണ്ട് TV ടേപ്പ്, സ്റ്റീരിയോ സ്റ്റുഡിയോ. സ്റ്റീരിയോ ഇട്ടാലും വരുമെന്ന് എനിക്ക് തോന്നുന്നു, നോക്കട്ടെ. സ്റ്റീരിയോ ഇട്ടാലും വരും. സെപ്പറേറ്റ് ട്രിപ്പിളുണ്ട്, ബാസും ഉണ്ട്. ഇപ്പോൾ സറൗണ്ടിലാണ് ഇപ്പോൾ ഓടുന്നത്. പുറകെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൗണ്ട് കേൾക്കുന്നത് സറൗണ്ടിലാണ്. ഇവിടെയാണ് നമ്മൾ സെൻറ്റർ ഓടുന്നുണ്ട്. സെൻറ്ററുണ്ട്, സെൻറ്റർ കേൾക്കാം. പിന്നെ സറൗണ്ടും ഓക്കെയാണ്. പിന്നെ നമുക്ക് സെൻറ്ററൊക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഡിസ്ക് അത് ഓടുന്നില്ല കേട്ടോ. ഡിസ്ക് പഴക്കം കൊണ്ടേ നിന്ന് പോവാം. ഒത്തിരി പഴയ ഡിസ്ക്കാണ്, നിന്ന് സ്റ്റക്കായി. ആദ്യം തൊട്ട് കുറച്ച് നേരം ഓടും, അതേ ഉള്ളൂ. വേറെ ഇല്ല, കുഴപ്പമില്ല. ആദ്യം തൊട്ട് കിട്ടും. സൗണ്ടായി. എല്ലാ സ്പീക്കറും ഉണ്ട്. വോളിയം മാക്സിമം ഒറ്റ സ്പീക്കറേ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. സ്റ്റുഡിയോ, എഫക്റ്റ് 6, എഫക്റ്റ് ഉണ്ട്. എഫക്റ്റ് 6. ഒരു DVD പ്ലെയറും കൂടെ ഉണ്ട്, അതിന് വേറെ നോക്കണം. മതി, സ്റ്റോപ്പ് ചെയ്തോ. ഇനി അയാളുടെ DVD പ്ലെയർ ഇതാണ്. DVD പ്ലെയർ മാറിക്ക്. ഇതിൻ്റെ കൂടെയുള്ള DVD പ്ലെയറാണിത്. നമ്മുടെ DVD പ്ലെയർ മാറ്റുക. ഊരി നമ്മുടെ DVD പ്ലെയർ മാറ്റി എൻ്റെ ഡിസ്ക് കൂടി നിരത്തേക്കാം. ഈ ഡിസ്കും കയറി കോപ്പിറൈറ്റ് അടിക്കുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ സോണി ഇറക്കിയ നല്ലൊരു ആംപ്ലിഫയറാണിത്. ഒത്തിരി ഇൻപുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. SCR-DE 375 എന്ന് പറഞ്ഞ ഹോം തിയേറ്റർ നല്ല സെറ്റാണ്. നല്ല പെർഫോമൻസ് ഉള്ള സാധനമാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. FM AM എല്ലാം ഉള്ളതാണ്. ഒത്തിരി ഇൻപുട്ടുകളുണ്ട്. എല്ലാ വെറൈറ്റി ഇൻപുട്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ഒരു DVD പ്ലെയറാണ് ആ മേളിൽ ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ DVD പ്ലെയറും കൂടെ റെഡിയാക്കുവാണെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാൻ വളരെ സൗകര്യമുണ്ട്. അത് നല്ലൊരു എഫക്റ്റുള്ള ഒരു DVD പ്ലെയറാണ്.
പക്ഷേ അതിൻ്റെ പച്ച ലൈറ്റ് മാത്രമേ കത്തി നിൽക്കുന്നുള്ളൂ. അപ്പോൾ അത് എന്നാന്നുള്ളതാണ് നമ്മൾ അടുത്ത വീഡിയോ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് വീഡിയോ ഇച്ചിരി ലോങ് ആയി പോയെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണമായിരുന്നു. ആദ്യം നമ്മളിട്ട വീഡിയോ ഇച്ചിരി കുറഞ്ഞു പോയി, അതിൽ ഇച്ചിരിയും കൂടെ ഇതിനകത്ത് നിന്ന് കയറ്റായിരുന്നു, പക്ഷെ സാധിച്ചില്ല. അപ്പോൾ അത് എന്താണേലും നമ്മൾ അത് ഇത് ഫിനിഷ് ചെയ്ത് സെറ്റിൻ്റെ ഫുൾ വർക്കുകൾ എല്ലാം തീർത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പുഷ് പവർ പ്രൊട്ടക്റ്റ് കോമൺ ആയിട്ട് സോണിക്ക് ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ്, പല കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നത്. അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ടോട്ടൽ 600 വാട്ട്സാണ്.